നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുന്നേ തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ വേരുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. കാരണം ഡീപ് സ്റ്റേറ്റിന്റെ പ്രൊപ്പഗൻഡ പ്രചാരകരായ ഹിൻഡൻസ്ബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥാപകൻ നാഥൻ ആൻഡ്രിയസനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഹിൻഡൻസ്ബർഗ് റിസർച്ച് അടച്ചുപൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഏറ്റെടുത്ത ആശയങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവസാനിപ്പിക്കാനാണ് പദ്ധതി. ഹിൻഡൻസ്ബർഗ് വെബ്സൈറ്റിലെ കുറിപ്പിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിൻഡൻസ്ബർഗ് റിസർച്ച് പിരിച്ചുവിടാനുള്ള കാരണം എന്താണ് എന്ന് ആൻഡ്രിയസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ തനിക്ക് പ്രത്യേകിച്ച് ഭീഷണിയോ ആരോഗ്യ പ്രശ്നമോ വ്യക്തിപരമായ പ്രശ്നമോ ഇല്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻസ്ബർഗ് റിസർച്ചിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള വീമ്പ് പറച്ചിലും കുറിപ്പിലുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. ശതകോടീശ്വരന്മാരും പ്രബുദ്ധന്മാരും ഉൾപ്പെടെ ഏകദേശം 100 വ്യക്തികൾക്കെതിരെ സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ചുമത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ കുലുങ്ങണമെന്ന് ഞങ്ങൾക്ക് തോന്നിയ ചില സ്ഥാപനങ്ങളെ ഞങ്ങൾ കുലുക്കിയെന്നും പറയുന്നു. ഹിൻഡൻസ്ബർഗ് റിസർച്ചിന്റെ പ്രധാന നിക്ഷേപങ്ങൾ ഡീപ് സ്റ്റേറ്റ് തലവനായ ജോർജ് സോറോസ് ആണെന്ന ആരോപണം ശക്തമാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അദാനി ഗ്രൂപ്പിനെയും ഇന്ത്യൻ ഓഹരി വിപണികളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഹിൻഡൻസ്ബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നതും. ജോർജ് സോറോസ് ആണ് ഇതിന് പിന്നിലെന്ന് ബുദ്ധി കേന്ദ്രമെന്നും സ്ഥിരീകരിക്കുന്ന തെളിവുകളും പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയെ കുറിച്ചുള്ള റിപ്പോർട്ട് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പാടെ തന്നെ എല്ലാം ചീറ്റിപ്പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടതും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓഹരി വിപണി മുന്നേറുകയും ചെയ്തതും. അദാനി ഗ്രൂപ്പ് ചെയർമാനായ ഗൗതം അദാനിക്കും മറ്റ് 7 എക്സിക്യൂട്ടീവുകൾക്കുമെതിരെ വഞ്ചന, കൈക്കൂലി കുറ്റങ്ങൾ ചുമത്തിയ US കോടതി ജഡ്ജി ബ്രയോൺ പീസ് രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹിൻഡൻസ്ബർഗ് റിസർച്ച് പിരിച്ചുവിടാനുള്ള പ്രഖ്യാപനം വന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ബ്രയോണും ജോർജ് സോറോസും തമ്മിൽ ബന്ധമുണ്ടെന്ന ആരോപണം US മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ ആയിരുന്നു ബ്രയോൺ രാജിവെച്ചതും. അതേസമയം മറ്റു ചില ചെറു രാജ്യങ്ങളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റിക്കൊണ്ട് ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വൻ ശൃംഖലയാണ് ഡീപ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും. ഇതിൽ US മുൻ പ്രസിഡന്റ് മാർ വരെ അംഗങ്ങളാണ് എന്ന് പറയപ്പെട്ടിരുന്നു. ഈയിടെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് US സ്വീകരണമുണ്ടായിരുന്നു. അന്ന് ആ ചടങ്ങിൽ മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ വരെ പങ്കെടുത്തിരുന്നു. അന്ന് ജമാഅത്തെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ കോട്ടും സൂട്ടും അണിഞ്ഞാണ് വേദിയിൽ എത്തിയതെന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യമാണ്. നിഷ്കളങ്കം എന്ന് തോന്നിക്കുന്ന സാമൂഹിക കലാപം പോലും എത്ര ആസൂത്രണമായിട്ടാണ് നടപ്പിലാക്കുക എന്നത് ഉദാഹരണമായിരുന്നു ആ സംഭവം. ആ വേദിയിൽ അപ്പോഴേ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മേധാവിയായ മുഹമ്മദ് യൂനസും ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂനസിനെ കൊണ്ട് അടിക്കടി ഇന്ത്യ അഭയം നൽകിയ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്നു എന്ന ആവശ്യം ഉയർത്തുന്നത് അതിനു പിന്നിലും ഇതേ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ്. ഡീപ് സ്റ്റേറ്റിന് കൃത്യമായ ഒരു മുഖമില്ല. അതിന്റെ അജണ്ടകൾ നിർവഹിക്കാൻ അവർ എല്ലാ രാജ്യത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ജേർണലിസ്റ്റുകളെയും സാമൂഹിക പ്രവർത്തകർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന NGO സംഘടനകളും അതാത് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലക്ഷ്യത്തോടെ ഫണ്ടിറക്കുന്ന വൻ മുതലാളിമാരും ഇതിനു പിന്നിലുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു US സദ കോടീശ്വരന്മാരിൽ ഒരാളായ ജോർജ് സോറോസ്. ഇദ്ദേഹം ജേർണലിസ്റ്റുകളുടെ സംഘടന തൊട്ട് വിവിധ തരം NGO സംഘടനകളെ വരെ പണം നൽകി നിലനിർത്തുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടകൾ നടപ്പാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതും. അദാനിയെ വീഴ്ത്താൻ കയ്യിൽ കരുതിയ വജ്രായുധം ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ പൊടുന്നനെ എടുത്ത് പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അമേരിക്കയിലെ പ്രധാന പാർട്ടികളിൽ ഒന്നായ ഡെമോക്രാറ്റുകളിലെ നേതാക്കളിൽ പലരും ഡീപ് സ്റ്റേറ്റിൽ അംഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നതും. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് US ഭരിച്ചിരുന്നത്. എന്നാൽ പൊടുന്നനെയാണ് US തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകൾ വീഴുകയും ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തത്. പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമിക തീവ്രവാദത്തോടും അനധികൃത കുടിയേറ്റക്കാരോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുക്കുന്നതിലാണ് 1ാം സ്ഥാനത്താണ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. നരേന്ദ്രമോദിയും ഇന്ത്യക്ക് അടുത്തുപോയതെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാണ്. കുറേശ്ശെയായി അദാനിക്കെതിരെ പിടിമുറുക്കിയിരുന്നു. ഒടുവിൽ ഈ അഴിമതി കൈക്കൂലി ആരോപണത്തോടെ താഴെ വീഴ്ത്താം എന്നായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ ജോ ബൈഡൻ അധികാരത്തിൽ നിന്നും പുറത്താവുകയായിരുന്നു.
പുതിയ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയെങ്കിലും US കോൺഗ്രസ് ട്രംപിന്റെ വിജയം സാധൂകരിക്കുക 2025 ജനുവരി 6 മാത്രമാണ്. അതിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക 2025 ജനുവരി 20 മാത്രമാണ്. അതായത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതോടെ ആകെ വിളറി പിടിച്ച ഡീപ് സ്റ്റേറ്റ് സംഘം അതിവേഗം തന്നെ അവരുടെ വജ്രായുധം പുറത്തെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. ഇതിന്റെ പരിസമാപ്തി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. അത് മാത്രമല്ല, ഹിൻഡൻസ്ബർഗ് റിസർച്ചും OCCPR എന്ന ജോർജ് സോറോസിന്റെ വാലാട്ടികളായ ജേർണലിസ്റ്റ് സംഘവും അദാനിക്കെതിരെ ഉയർത്തിയ വസ്തുതകളില്ലാത്ത ആരോപണങ്ങളുടെ റിപ്പോർട്ടുകളെ അദാനി ഏറെ പ്രയാസപ്പെട്ടെങ്കിലും അതിനെ അതിജീവിക്കുക തന്നെ ചെയ്തു. ചില കോർപ്പറേറ്റുകൾ അങ്ങനെയാണ്. എത്ര വെട്ടിയാലും മറികടക്കുന്ന സംവിധാനമാണ് അവരുടേത്. US പ്രോസിക്യൂട്ടർമാരുടെ ആരോപണങ്ങൾ മൂലം അദാനി കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ ഇടിഞ്ഞിരുന്നു. അതിൽ 7ഓളം അദാനി കമ്പനികളുടെ ഓഹരി വില വീണ്ടും തിരിച്ച് ഉയർത്തിയിരുന്നു. അതിനർത്ഥം അത്ര എളുപ്പമല്ല അദാനിയെ വീഴ്ത്താൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഡീപ് സ്റ്റേറ്റുകളുടെ നിർദ്ദേശപ്രകാരം കെനിയയിലെ സർക്കാർ അദാനിക്ക് നൽകിയ ചില ഊർജ കരാറുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. അതേസമയം ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു ജോ ബൈഡന്റെ അമേരിക്ക. ബൈഡൻ ഇപ്പോൾ പടിയിറങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വരവ് കാര്യങ്ങൾക്കും മാറ്റമുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 സെപ്റ്റംബറിലെ രാഹുലിന്റെ അമേരിക്കൻ യാത്ര ചിലരിലൊക്കെയുള്ള തെളിവായിരുന്നു. 3 ദിവസത്തേക്ക് നിശ്ചയിച്ച യാത്ര 10 ദിവസം നീളുകയായിരുന്നു. സന്ദർശനത്തിലെ പരിപാടികളിൽ നിഗൂഢത ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 10 ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വാൽഷ് സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. US രഹസ്യാന്വേഷണ വിഭാഗമായ CIA ട്രെയിനിങ് കേന്ദ്രമായതിനാൽ CIA ചാരന്മാരെ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നതും. മുസ്ലിം ബ്രദർഹുഡുമായും ഖത്തർ രാജകുടുംബവുമായും ബന്ധമുള്ള നിരവധി സ്ഥാപനങ്ങളുമായും SFC ബന്ധം പുലർത്തുന്നുണ്ട്. അതിലെ അധ്യാപകരും ഉദ്യോഗാർത്ഥികളും ഖത്തറിന്റെ വർഗീയ മാധ്യമ അൽ ജസീറയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഭാരത വിരുദ്ധനായ എഡ്വേർഡ് ലൂസറാണ് അന്നത്തെ പരിപാടി നിയന്ത്രിച്ചതും. 2001 മുതൽ 2006 വരെ ഫിനാൻഷ്യൽ ടൈംസിന്റെ സൗത്ത് ഏഷ്യ ബ്യൂറോ ചീഫായും ക്ലിന്റൺ ഭരണത്തിന്റെ ട്രഷറി സെക്രട്ടറി ലാറി സമ്മേഴ്സിന്റെ ഓഫീസിലും ഇയാൾ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ടൈംസിലൂടെ അദാനിയും ഇയാൾ വിമർശിച്ചു. അദാനി ഗ്രൂപ്പ് ആഗോള കമ്പനിയായി മാറുന്നതിനുള്ള അസഹിഷ്ണുതയാണ് കാരണമെന്ന് പറയുന്നതും. രാഹുലിനു മേൽ ഇവർക്കുള്ള സ്വാധീനത്താലാണ് പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ വിവിധ വർഷങ്ങൾ ആ ഒരു വിഷമങ്ങൾ ഉയർത്തിക്കൊണ്ടൊരു പ്രതിഷേധം അതറിയിച്ചപ്പോൾ രാഹുൽ മാത്രം അദാനിക്കെതിരെ പ്രതിഷേധം തുടർന്നതും. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ നാഷണൽ പ്രസ് ക്ലബിൽ ഭാരത അമേരിക്ക ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ പേരിൽ ചില വ്യക്തികളെയും രാഹുൽ സന്ദർശിച്ചിരുന്നു. ഹഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്വിറ്ററിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങൾ പ്രകാരം ഹിന്ദു ഫോർ ഹ്യൂമൻ റിസോഴ്സിന്റെ സ്ഥാപക സുനിത വിശ്വനാഥുമായാണ് രാഹുലും സാം പീത്രോയും ഒക്കെ വട്ടമേശ ചർച്ച നടത്തിയത്. ഹിന്ദു ഫേവേഴ്സ് ഹിന്ദുത്വ അഥവാ ഹിന്ദുത്വക്കെതിരെ എന്ന തെറ്റിദ്ധാരണജനകമായ ആഹ്വാനം പ്രചരിപ്പിക്കുന്ന സോറോസ് ജമായത്ത് ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ ഓർഗനൈസേഷൻ ഫോർ മൈനോറിറ്റീസ് ഓഫ് ഇന്ത്യ എന്നീ 2 ഇസ്ലാമിക സംഘടനകൾ ചേർന്നായിരുന്നു 2019 ഹിന്ദു ഫോർ ഹ്യൂമൻ റിസോഴ്സിന് രൂപം നൽകിയത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഉബൈദ് എന്ന ജമായത്തെ പ്രവർത്തകൻ സ്ഥാപിച്ച കൈലേഷ് എഗെയിൻസ്റ്റ് കമ്മ്യൂണിസം എന്ന സ്ഥാപനത്തിന്റെ പേര് മാറ്റുകയുണ്ടായത്. ഈ 3 സംഘടനകളും ചേർന്ന് അലൈൻഡ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന മറ്റൊരു സംഘടനയും രൂപീകരിച്ചു. 2019 സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹൂസ്റ്റൺ സന്ദർശനത്തിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ NGO മുൻനിരയിലുണ്ടായിരുന്നു. 2022 പാക് അധീന കാശ്മീർ സന്ദർശിച്ച ഭാരതത്തെ വിമർശിച്ചുകൊണ്ട് അമേരിക്കൻ പാർലമെന്റ് അംഗമായ ഇൽഹാൽ ഒമറിനെയും രാഹുൽ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.